ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ഇനിയും പറഞ്ഞിടാം കേൾക്കണമെന്നാകിലോ, നിർമ്മലന്മാരായ 6 താപസന്മാരുണ്ടായി. ബ്രഹ്മാവിൻ മനസ്സിൽ നിന്നല്ലോ പറഞ്ഞു ഞാൻ എന്നതുപോലെ, ശിവൻ തന്നെ തേജസ്സിങ്കൽ നിന്നുടൻ 11 രൂദ്രന്മാരുണ്ടായി വന്നു. ജാതന്മാരായപ്പോഴേ രോദനം ചെയ്ത മൂലം ധാതാവ് രൂദ്രന്മാരെന്ന അഭിധാനവും ചെയ്താൻ. മൃഗവ്യാധനും ശർവൻ നീയതി പുനരജനേകപാദനുമഹിർബുദ്ധിയും പിനാകിയും ദഹനൻ കപാലിയും സ്ഥാണവും ഭവന്താനും. പിന്നെയും കേൾക്ക നടേ ചൊന്നവരാറു പേരിൽ അങ്കിരസിന് 3 പുത്രന്മാരുണ്ടായി വന്നു. ഉദധ്യൻ ബൃഹസ്പതി സംവർത്തനെന്നും പേരായി അത്രിക്ക് പുത്രന്മാരായ അസംഖ്യം താപസന്മാർ. പുത്രനായ അത്രിയിൽ നിന്നുണ്ടായി ചന്ദ്രൻ താനും. പുലസ്ത്യൻ തന്റെ പുത്രൻ വിശ്രവസവനുടെ കുലത്തിൽ പിറക്കയാൽ പൗലസ്ത്യന്മാരായി വന്നു. വാനവ പരിഷയും കിന്നരജാതികളും കിംപുരുഷന്മാർ, നാനാമൃഗങ്ങൾ, സിംഹങ്ങളും വ്യാഘ്രങ്ങൾ, ഇവരെല്ലാം പുലഹൻ തന്റെ മക്കൾ. പതംഗ സഹചരന്മാരായി വിളങ്ങുന്നത് അസംഖ്യം ക്രതുവിന്റെ പുത്രരെന്നറിഞ്ഞാലും. പിന്നെയും വിരിഞ്ചന്റെ വലത്തെ പെരുവിരൽ തന്മേൽ നിന്നുണ്ടായി വന്നു ദക്ഷനാം പ്രജാപതി. ഇടത്തെ പെരുവിരൽ തന്മേൽ നിന്നുടനൊരു മടുത്തൂകിനമൊഴിയുണ്ടായാൾ അവളല്ലോ. ദക്ഷന്റെ ഭക്തിയായതവൾ പെറ്റുണ്ടായത് പുഷ്കരാക്ഷികൾ 50. അവരിൽ 10 പേരെ ധർമ്മരാജനു തന്നെ കൊടുത്താനന്നു ദക്ഷൻ. നിർമ്മലാംഗികൾ അവർ തമ്മുടെ നാമം കേൾപ്പിൻ. കീർത്തിയും ലക്ഷ്മി, ധൃതി, മേധയും, പുഷ്ടി, ശ്രദ്ധ, ക്രിയയും, ബുദ്ധി, ലജ്ജ, മതിയും ഇവർക്കു പേർ. 27 ചന്ദ്രന് കൊടുത്തിതു നിരൂപിച്ചവരെ കൊണ്ടറിയാം കാലഭേദം. ദക്ഷനാം പ്രജാപതി തന്ന 10 ഓൽപ്പന്നരായി ചൊൽക്കണ്ട വസുക്കളുമുണ്ടായ 8 പേരും. ധരനും ധ്രുവൻ സോമൻ അഹസ്സും അനിലനും അനലൻ പ്രത്യുക്ഷനും അഷ്ടമൻ പ്രഭാസനും. ധൂമ്രപറ്റുണ്ടായി വന്നു ധരനും ധ്രുവൻ താനും. സോമനും മനസ്വിനിയാം അവൾ പെറ്റുണ്ടായി. രഥയാം അവൾ പെറ്റിട്ടഹസ്സുണ്ടായാനല്ലോ. ഷണ്ഡിനി പെറ്റുണ്ടായ അലരൻ അതു നൂനം. പ്രഭ പെറ്റുണ്ടായി വന്നാർ പ്രത്യൂഷൻ പ്രഭസനും. ഇവരിൽ ധരൻ തന്റെ തനയൻ ദ്രവിഡൻ പോൽ. 2ാമൻ ഹുതവാഹൻ, 3ാമൻ ഹവ്യവഹൻ. ആവനും വൈദണ്ഡ്യനും ശ്രമനും ശ്രാദ്ധൻ താനും. മുനിയും ധ്രുവനുടെ തനയൻ കാലനല്ലോ. സോമന്റെ മകന് വേർ വർച്ചസെന്നറിഞ്ഞാലും. വർച്ചസിയവങ്കൽ നിന്നുണ്ടായതെന്നു കേൾപ്പു. പിന്നെയും മനോഹരയാം അവൾ പെറ്റുണ്ടായി. ശിശിരൻ, പ്രാണൻ, പിന്നെ രമണൻ, ഇവരെല്ലാം അഹസിൻ തനയൻ പോൽ. ജ്യോതിരാദികളെല്ലാം ചൊല്ലരും ശരവണാലയനാം കുമാരനും. അനലൻ തന്റെ മകനെന്നതു ധരിച്ചാലും. അനലഭഗ്നി ശിവതൻ മകൻ മനോജവൻ. പിന്നേവന് വിജ്ഞാത ഗതിയെന്നറിഞ്ഞാലും. പ്രത്യുഷസ്സിന് സുതൻ ദേവലനായ മുനി. ദേവലൻ തനിക്കു 2 ആത്മജന്മാരുണ്ടായി. ദേവഭക്തന്മാരവരെത്രയുമെന്നു കേൾപ്പു. 8ാമൻ പ്രഭാസനും ഗീഷ്പതി ഭഗിനിയെ പുഷ്ടകൗതുകത്തോടെ വേട്ടാനെന്നറിഞ്ഞാലും. വിശ്വകർമാവുതാനും ഇവൾ പെറ്റുണ്ടായി വന്നു. വിസ്മയം അവനുടെ കൗശലം നിരൂപിക്കിൽ. ബ്രഹ്മാവിൻ വലമുല തന്നിൽ നിന്നുള്ളു ധർമ്മജാതന്മാർ ശമൻ, കാമനും ഹർഷൻ താനും. എന്നതിൽ കാമൻ തന്റെ വല്ലപരതിയല്ലോ. ചൊല്ലരും പ്രാപ്തിയല്ലോ. ശമന്റെ ഭക്തി കേൾവി. നന്ദിയാം അവളല്ലോ ഹർഷൻ തന്നെ ഭക്തി. മുന്നേവൻ മരീചിക്കു കശ്യപൻ മകനല്ലോ. കശ്യപസുതരെയോ മുന്നേ ഞാൻ പറഞ്ഞൽ
ഉന്നെ ഞാൻ ചൊന്നേനല്ലോ ദ്വാദശാദിത്യന്മാരിൽ സപിതാവിൻ്റെ ഭാര്യ ബടവാരൂപിണിയാം ത്വാഷ്ടിയെന്നറിഞ്ഞാലും അവൾ പെറ്റുണ്ടായി വന്നാരശ്വിനി ദേവകളും അവരിൽ നിന്നുണ്ടായി ഗുഹ്യക പരിഷയും ഓഷധികളും പശുവൃന്ദവുമെന്നു കേൾപ്പൂ. പിന്നെയും ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിങ്കൽ നിന്നു ധന്യനാ മൃഗമുനിയുണ്ടായതും കേൾനീ. ഭൃഗുവിൻ മകൻ കവി, കവിതൻ മകൻ കാവ്യൻ. പിന്നെയും ഭൃഗുവിനു നല്ലൊരു മകനുണ്ടായി. അവനു നാമധേയം ചെവനെന്നാകുന്നു. അവന്റെ പത്നി മനുതൻ മകളാർഷിയല്ലോ. അവൾ പെറ്റൗ ഔർവനെന്ന മാമുനിയുണ്ടായി വന്നു. അമ്മുനി സുതനല്ലോ നിർമ്മല ഋജീകനും. ചൊല്ലുവൻ ജമദഗ്നിയായതും അവൻ മകൻ. 4 പുത്രന്മാർ ജമദഗ്നിക്കു ജനിച്ചതിൽ കാലനാശന ശിഷ്യൻ രാമൻ പോലപരജൻ. നിന്തിരുവടിതാനും ഭാർഗവഗോത്രത്തിങ്കൽ സന്തതിയായുണ്ടായ ശൗനകമുനിയല്ലോ. ഭാർഗവഗോത്രത്തിന്റെ പരപ്പു ചൊല്ലിക്കൂടാ മാർഗവേദികളവരേവരുമെല്ലാ നാളും. കേൾക്കണമെങ്കിൽ ഇന്നും ചൊല്ലുവൻ ചുരുക്കി ഞാൻ. ആർക്കു കേൾക്കേണ്ടി വൈരാഗ്യം വരും കഥയെല്ലാം. ധാതാവിൻ പോക്കൽ നിന്നു പിന്നെയും ഉണ്ടായി വന്നു ധാതാവും വിധാതാവും മനുക്കൾക്കാധാരമായി. ഇരുവർക്കും ഭഗിനി ലക്ഷ്മി ദേവി. അവൾ തൻ മനസ്സിൽ നിന്നുണ്ടായി തനയന്മാർ. വ്യോമചാരികളാകും അശ്വങ്ങൾ അവരെല്ലാം കാമയാനാർത്ഥം മനോവേഗമുള്ളവരല്ലോ. വരുണനുടെ ഭക്തിയായതു ജ്യേഷ്ഠയല്ലോ. തരുണീമണിയവൾ 100 മക്കളെ പെറ്റാൾ. സുരയും പിന്നെ സുരനന്ദിനി എന്നു 2 വരനാരികളും ഉണ്ടായതു മകളരായി. ധാതാവിൻ വാമസ്തനത്തിങ്കൽ നിന്നധർമ്മനും ജാതനായിതു. വരുണാത്മജന്മാരുമന്നാൾ അന്യോന്യം തച്ചുകൊന്നു. ഭക്ഷിച്ചാർ 100 പേരുമന്നു. യൗവനയുക്തനാകിയോരധർമ്മവും നിരുതി എന്നവളെ കൈക്കൊണ്ടാനവൾ പെറ്റു. നൈഋതന്മാരായുള്ള രാക്ഷസന്മാരുണ്ടായി വന്നു. പിന്നെയും ഭയൻ മഹാഭയനും മൃത്യുദാനുമെന്നു 3 അധർമ്മപുത്രന്മാരുണ്ടായാരല്ലോ. താമ്രയം പുത്രികളായുണ്ടായി. ക്രൗഞ്ചിയും ഭാസി ശേനി ധൃതരാഷ്ട്രിയും ശുഗി. ക്രൗഞ്ചി പെറ്റൂലകന്മാർ. ഭാസിക്ക് ഭാസന്മാരും ശേനിക്ക് പുത്രന്മാരായി ശേനന്മാർ ഗൃദ്ധന്മാരും. ധൃതരാഷ്ട്രിക്ക് മക്കൾ ഹംസവും കളഹംസം ചക്രവാകവും ശുഗി പെറ്റിട്ടു ശുഗന്മാരും. പത്മസംഭവങ്ങൾ നിന്നുണ്ടായാളൊരു നാരി ചൊല്ലരും ക്രോധവംശയെന്നവളുടെ നാമം. 9 നാരിമാരെ സംഭവിപ്പിച്ചാളവൾ. 9 പേരും പെറ്റാരോരോരോ ജാതികളെ. മൃഗയും മൃഗമന്ത, ഹരിയും ഭദ്രമന, മാതങ്കി ശാർദൂലിയും ശ്വേതയും സുരഭിയും സുരസദാനും അവർ 9 പേർക്കും നാമം. മൃഗിപെറ്റുണ്ടായി വന്നു മൃഗജാതികളെല്ലാം. മൃഗമന്തയ്ക്ക് പുനരുക്ഷന്മാരുണ്ടായി വന്നു. ഹരിയാം അവളുടെ മക്കളെന്നറിഞ്ഞാലും ഹരികൾ വാനരന്മാർ ഗോലാങ്കുലന്മാരെല്ലാം ചൊൽക്കൊള്ളും. ഭദ്രമനയ്ക്കുണ്ടായി ധൈരാവതം. മാതങ്കി പെറ്റുണ്ടായി മാതങ്കപ്പരിഷകൾ. ശാർദൂലി സിംഹം വ്യാഘ്രങ്ങളെയും പെറ്റാളല്ലോ. ശ്വേത പെറ്റുണ്ടായതു ശ്വേതാഖ്യ ഗജമെല്ലാം. സുരഭി പെറ്റിട്ടുണ്ടായി രോഹിണി ഗന്ധർവിയും. സുരസ പെറ്റുണ്ടായി നാഗങ്ങൾ പലതരം. രോഹിണി പെറ്റാളതിൽ കോക്കളെ ബഹുവിധം. ഗന്ധർവിയുടെ മക്കൾ അശ്വങ്ങൾ അറിയണം. സുഖിതൻ മകളാകും അനല പെറ്റുണ്ടായി സകല സ്വാദുഫലങ്ങളുള്ള വൃക്ഷങ്ങളെല്ലാം. കദ്രുവിൻ മകളായ സുരസാസുതയല്ലോ. ശേരിയാകുന്നതവൾ അരുണ ഭക്തിയായാൾ. അവൾ പെറ്റുണ്ടായതു സമ്പാദി ജടായുവും. അവർ ഇരുവരും രാമഭക്തന്മാരല്ലോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.